സ്മോൾ സൈസ് വരുന്ന ഒരു സ്ലിറ്റ് ടോപ്പിൻ്റെ ഒക്കെ ബേസിക് ബോഡി പാറ്റേൺ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരുവിധപ്പെട്ട ഡിസൈൻസിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഓരോ ബ്രാൻഡിനും അവരുടേതായ ഒരു സൈസ് ചാർട്ട് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന മെഷർമെൻറ്റ്സ് വെച്ചിട്ടുള്ളൊരു സൈസ് ചാർട്ടാണ് കാണിക്കുന്നത്. സ്മോൾ ആണ് കേട്ടോ സൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോപ്പിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ ഷോൾഡർ ഡിവൈഡഡ് ബൈ 12. നിങ്ങളുടെ ബോഡിയിലെ ഷോൾഡറിനെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ കേസിൽ ഏകദേശം 1 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ചും തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ചും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഇങ്ങനെ 3 അടുത്തായിട്ട് ഓരോ മാർക്കിങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻസ് എല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. 3 ലൈൻസും. റെഡിമെയ്ഡ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ബാക്കിൻ്റെ ഡെപ്ത്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് അനുസരിച്ച് ഷോൾഡറിനെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കഥകളും വിവരണങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർ അല്ലെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഷോൾഡറിൻ്റെ ആ 3 ലൈൻസ് വരച്ചു. ഇനി നമുക്ക് താഴേക്കുള്ള മെഷർമെൻറ്റ്സ് ഒന്ന് വരച്ച് നോക്കാം. അതായത് ഷേപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ച്, സ്ലിറ്റിന് വെക്കുന്ന ലെങ്ത് ഒരു 20 ഇഞ്ച്. ഈ 2 മെഷർമെൻറ്റ്സ് മുന്നത്തെ പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് വേണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. കാരണം അതിൻ്റെ ആ സൈഡിൽ മുന്നത്തെ ഏതോ ചാർട്ട് കട്ട് ചെയ്തപ്പോഴത്തേനുള്ള മാർക്കിങ്ങിൻ്റെ ലൈൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് നോക്കി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റ് ലൈൻ വരച്ചു, ഹിപ്പ് ലൈൻ വരച്ചു. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴത്തേനും 38 ആയിരിക്കും ഹിപ്പിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് 9.5 അപ്പുറത്തേക്ക് 1 ഇഞ്ച് സ്ലിറ്റിൻ്റെ മടക്കടിക്കാനായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അഥവാ സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് ആ സെയിം മെഷർമെൻറ്റ് തന്നെ താഴേക്കും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നിങ്ങളൊരു ലൈൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ചാർട്ട് കൊണ്ട് നിങ്ങൾക്കതും വരച്ചെടുക്കാം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ ഇങ്ങനൊരു ബേസിക് സൈസ് ചാർട്ട് അല്ലെങ്കിൽ ബേസിക് ബോഡി ചാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഡിസൈൻസ് എല്ലാം ഇതിനകത്തുനിന്നും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയാണ്. 8 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 32 ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആം ഹോളിൻ്റെ ലെങ്താണ് 7 ഇഞ്ചാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ 7 ഇഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആം ഹോളിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യാം. ഞാൻ ഈ പ്രീവിയസ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിട്ടതിൻ്റെ അടുത്ത മുന്നത്തെ വീഡിയോ അതല്ല, കുറച്ച് ബാക്കിലോട്ടൊക്കെ പോയെന്ന് നോക്കി നോക്കണം. കാരണം മറ്റൊന്നുമല്ല, ചെറിയ പോയിൻറ്റ്സ് പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെറിയ വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ വലിയ വീഡിയോ ആയിരിക്കാം, ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ആ വരച്ചില്ലേ ചെസ്റ്റ് ലൈന്, ആ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 9 ഇഞ്ച് മാർക്കിങ് ഒരു ഇത്തിരി ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി ഒന്ന് വരയ്ക്കുക. അതായത് ഈ ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ചിൽ നിന്ന് വേരിയേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 36 ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഷോൾഡറാണ്. 14.5 നമ്മൾ എടുത്തിരിക്കുന്ന ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന സൈസ് ചാർട്ട് അനുസരിച്ചിട്ടുള്ള കാര്യം പറയുന്നത്. 14.5 പകുതി എന്ന് പറയുമ്പോൾ 7.25 അല്ലേ. എന്നിട്ട് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 7.5 1 പോയിൻറ്റും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ലൈനിലും താഴേക്കായിട്ട് ആ ചെസ്റ്റ് ലൈനിലേക്കും നമ്മളിതങ്ങ് നീട്ടി വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് മിനിമം നെക്കിൻ്റെ വൈഡാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഷോൾഡർ ഡിവൈഡഡ് ബൈ 5 ആണ്. അതായത് നിങ്ങളുടെ ടോട്ടൽ ഷോൾഡറിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ. അപ്പോൾ നമുക്കതൊരു 2.8 ഒക്കെയാണ് കിട്ടുമെങ്കിൽ നമുക്കതൊരു 3 ആക്കി റൗണ്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ആ മിനിമം നെക്ക് വൈഡിൽ നിന്നും ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഫ്രഞ്ച് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പും വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങൾക്കിവിടെ 17 കിട്ടണം. 17ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8.5. അപ്പോൾ സ്റ്റിച്ച് എവിടെ കൂടെയാണോ വരുന്നത് അതിലെ കൂടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കി 8.5 എവിടെ വരുന്നുണ്ടെന്ന് നോക്കുക.
അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 7 ഇഞ്ച് ലെങ്ത്തിൽ ആം ഹോളിൻ്റെ ലെങ്ത്തിൽ 8.5 നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ആം ഹോൾ ലെങ്തിൻ്റെ മെഷർമെൻറ്റും അല്ലെങ്കിൽ ആം ഹോൾ റൗണ്ടിൻ്റെ മെഷർമെൻറ്റും എല്ലാം ഒരു പോയിന്റിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്നത് ബാക്കിൻ്റെ ആം ഹോളാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഒരു 3/4 ഇഞ്ചോളം നമ്മൾ കുഴിച്ച് വെട്ടണം കേട്ടോ. ഇനി എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജോയിൻറ്റുകളെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഹിപ്പിൽ നിന്നും വേസ്റ്റിൻ്റെ ആ റൗണ്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്, വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹിപ്പിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം തയ്യൽ തുമ്പിൻ്റെ കാര്യം, ലൂസിൻ്റെ കാര്യമല്ല. അപ്പോൾ ഹിപ്പിൽ നിന്നും വേസ്റ്റിലേക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്ത് ഷേപ്പിൽ വരയ്ക്കുക. അതേപോലെ തന്നെ ബസ്റ്റിൽ നിന്നും വേസ്റ്റിൻ്റെ അങ്ങോട്ടേക്കും ഷേപ്പിൽ വരച്ചെടുക്കുക. അപ്പോൾ സ്മോൾ സൈസ് 36 ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കൈ കിട്ടുമ്പോഴത്തേനുള്ള അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്, ചെസ്റ്റിൻ്റെ സൈസ്. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 34-35 സൈസ് ഉള്ളവർക്കൊക്കെ ഈ സ്മോൾ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബോഡി സൈസ് ഒരു 36 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സൈസ് ചൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ടൈലറിങ് ഷോപ്പിലേക്ക് ഇതാണ് എൻ്റെ സൈസ് അല്ലെങ്കിൽ എൽ സൈസിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ബ്രാൻഡും ഓരോ സൈസ് ചാർട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ബസ് സൈസ് ഒരു 34 ആണെങ്കിൽ അതിന് ലൂസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സൈസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബോഡി സൈസ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചൊക്കെ ലൂസ് ആഡ് ചെയ്തിട്ട് അടുത്ത കിട്ടുന്ന സൈസ് ഏതാണോ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സ്മോൾ സൈസിൻ്റെ ഒരുവിധം മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സൈസ് ചാർട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ബോഡി ചാർട്ടും റെഡിയാക്കി എടുക്കുക. ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടെ ഞാൻ ക്ലിയർ ചെയ്തേക്കാം. 34 ബസ് സൈസ്, അതിൻ്റെ കൂടെ ലൂസായിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 36 കിട്ടി. 36ൻ്റെ 4/1 ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന 9 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് എടുക്കുക, അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഈ വിട്ടിലുള്ള മെഷർമെൻ്റ് എല്ലാം കൊടുക്കേണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.